നമസ്കാരം. ഇന്ത്യ ഇന്ന് രണ്ടു രാഷ്ട്രീയ ധ്രുവങ്ങളായി മാറുകയാണോ? ഒരു വശത്ത് രാജ്യമാണ് ആദ്യം എന്ന് പറയുന്ന പുതിയ ദേശീയവാദം, മറുവശത്ത് ദേശീയതയുടെ പേരിൽ വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തരുത് എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രീയം. ഇവ രണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇന്ന് പാർലമെന്റിൽ മാത്രമല്ല, സർവകലാശാലകളിലും സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും തെരഞ്ഞെടുപ്പ് വേദികളിലുമെല്ലാം ഈ വേർതിരിവ് കാണാം. പക്ഷേ ഇവിടെ ചില അടിസ്ഥാന ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. എന്താണ് ദേശീയവാദം? വിമർശനം എപ്പോഴാണ് ദേശവിരുദ്ധതയായി മാറുന്നത്? ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്നത് രാജ്യത്തെ ചോദ്യം ചെയ്യുന്നതാണോ? അതോ രാജ്യത്തെ വിമർശിക്കുന്നതും ഭരണകൂടത്തെ വിമർശിക്കുന്നതും രണ്ടായി കാണേണ്ടതുണ്ടോ? ഈ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും വിലയിരുത്തുകയാണ് ഇന്ന് കേരള പോസ്റ്റിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ്. സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ മത്സരത്തിന്റെ കേന്ദ്രം വികസനവും ക്ഷേമവും മാത്രമല്ല, അതിലേക്ക് ദേശീയതയും ദേശീയ സുരക്ഷയും സംസ്കാരവും മതവും രാജ്യത്തിന്റെ ആഗോള സ്ഥാനവും കൂടി കടന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ശക്തമായ ദേശീയതയെ രാഷ്ട്രീയത്തിന്റെ പ്രധാന ഭാഷകളിൽ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. നേഷൻ ഫസ്റ്റ്, രാജ്യമാണ് ആദ്യം. ഈ ആശയത്തിന് വലിയ ജനപിന്തുണയും രാജ്യത്ത് ലഭിച്ചു. ഇന്ത്യയുടെ സുരക്ഷ, അതിർത്തി, ഭീകരവാദം, സൈനിക ശക്തി, ആഗോളതലത്തിലെ ഇന്ത്യയുടെ ഉയർച്ച, ഇവയെല്ലാം ദേശീയ അഭിമാനമായി ബന്ധിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അതിനോടൊപ്പം മറ്റൊരു രാഷ്ട്രീയവാദവും ശക്തമായിട്ടുണ്ട്. രാജ്യസ്നേഹവും ഭരണകൂടത്തോടുള്ള വിധേയത്വവും ഒന്നല്ല. രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് സർക്കാരിനെ വിമർശിക്കാം, ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാം, നയങ്ങളെ എതിർക്കാം. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്, ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ രണ്ടിനുമിടയിലെ അതിർത്തി മങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ദേശീയവാദം എന്ന് പറയുന്നത് എന്താണ്? ദേശീയവാദം പുതിയ ആശയമൊന്നുമല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും ദേശീയതയ്ക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ദേശീയതയ്ക്ക് പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരാൾക്ക് ദേശീയത എന്നത് ഭരണഘടനയും ജനാധിപത്യവുമാണ്, മറ്റൊരാൾക്ക് അത് സംസ്കാരവും പാരമ്പര്യവുമാകും. മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സുരക്ഷയും അതിർത്തിയുടെ സംരക്ഷണവുമെല്ലാം. ഇനി മറ്റൊരാൾക്കാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തികവും സൈനികവുമായ ഉയർച്ച. അതുകൊണ്ട് തന്നെ ഇവിടെ ദേശീയവാദി ആരാണ് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഈ ചോദ്യത്തിന് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഉത്തരമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ദേശീയവാദത്തിന്റെ ഭാഷ കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഇവിടെയാണ് വിമർശനത്തിന്റെ രാഷ്ട്രീയം ഇതുമായി ഏറ്റുമുട്ടുന്നത്. വിമർശനം ദേശവിരുദ്ധതയാണോ എന്നതാണ് ഇവിടെ ഒരു ചോദ്യം. ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിമർശനം. സർക്കാർ തെറ്റു ചെയ്താൽ ചോദ്യം ചെയ്യപ്പെടണം, നിയമം തെറ്റാണെന്ന് തോന്നിയാൽ എതിർക്കപ്പെടണം, നയങ്ങൾ ജനങ്ങൾക്ക് ദോഷകരമാണെന്ന് തോന്നിയാൽ പ്രതിഷേധിക്കണം. ഇതൊന്നും സ്വാഭാവികമായി ദേശവിരുദ്ധതയല്ല. പക്ഷേ അതേസമയം മറ്റൊരു യാഥാർത്ഥ്യവും നമ്മൾ മറന്നുപോകരുത്. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ സുരക്ഷയെ തകർക്കുന്ന പ്രവർത്തനങ്ങൾക്കും വിദ്വേഷ പ്രചാരണങ്ങൾക്കും ആക്രമിക്കാനുള്ള പ്രേരണകൾക്കും ജനാധിപത്യം എവിടെയും അനുമതി നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം വിമർശനം വേണമോ വേണ്ടയോ എന്നതല്ല, വിമർശനത്തിന്റെ പരിധി എവിടെയാണ് എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഒരു സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യത്തെ വിമർശിക്കുന്നതല്ല, പക്ഷേ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ സംവിധാനത്തെയും ജനാധിപത്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെ വിമർശനം എന്ന പേരിൽ സംരക്ഷിക്കാനും കഴിയില്ല. അതിനാൽ വിമർശനത്തിനും ദേശവിരുദ്ധ പ്രവർത്തനത്തിനും ഇടയിലെ രേഖ നിയമവും വസ്തുതകളും അടിസ്ഥാനമാക്കിയായിരിക്കണം നിർണയിക്കേണ്ടത്. രാഷ്ട്രീയ സൗകര്യത്തിനനുസരിച്ച് ഇത് മാറ്റാനുമാകില്ല. ഇവിടെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിനോടുള്ള വലിയ രണ്ട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ദേശീയത എന്നത് BJPക്കെതിരെ നിൽക്കുക എന്നത് മാത്രമാണോ? മോദി സർക്കാരിന്റെ ഓരോ തീരുമാനത്തെയും എതിർക്കുക എന്നത് മാത്രമാണോ ഈ ദേശീയത, ഈ വിമർശനം? ഉത്തരം അല്ല എന്ന് തന്നെയാണ്. ഒരു ശക്തമായ പ്രതിപക്ഷത്തിന് ഒരു ശക്തമായ ബദൽ രാഷ്ട്രീയം വേണം. ദേശീയ സുരക്ഷയെക്കുറിച്ച് സ്വന്തമായ നിലപാട് വ്യക്തമാക്കണം. സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് വ്യക്തമായ പദ്ധതി വേണം. യുവാക്കൾക്ക് തൊഴിൽ നൽകാനുള്ള ഒരു റോഡ് മാപ്പ് വ്യക്തമായി ഉണ്ടാകണം. വിദേശ നയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. ദേശീയതയെ തള്ളിക്കളയാതെ ദേശീയതയുടെ മറ്റൊരു ജനാധിപത്യ വ്യാഖ്യാനം മുന്നോട്ട് വയ്ക്കാനുള്ള കഴിവും പ്രതിപക്ഷത്തിന് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ വലിയ വെല്ലുവിളി ഇതിനൊന്നും യാതൊരു പദ്ധതിയുമില്ല എന്നതാണ്. കാരണം
ദേശീയതയെ എതിർക്കുന്ന രാഷ്ട്രീയം ഇന്ത്യയിൽ ദീർഘകാലം നിലനിൽക്കില്ല. ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ച ഉയർന്നു വരുന്നത്. മോദി രാഷ്ട്രീയത്തെ വെറും തെരഞ്ഞെടുപ്പ് മത്സരമായി മാത്രം കാണുന്നില്ല. ഒരു നരേറ്റീവാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്. രാജ്യം, ദേശീയ സുരക്ഷ, വികസനം, ലോകവേദിയിലെ ഇന്ത്യയുടെ സ്ഥാനം, സംസ്കാരം ഇവയെല്ലാം ഒരു വലിയ രാഷ്ട്രീയ കഥയുടെ ഭാഗമാക്കുകയാണ് BJP. അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം രാഷ്ട്രീയ ചർച്ചയുടെ അജണ്ട തന്നെ നിർണയിക്കാൻ അതിന് കഴിയുന്നു എന്നതാണ്. പ്രതിപക്ഷം പലപ്പോഴും ആ അജണ്ടയോടാണ് പ്രതികരിക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്നത്. അവിടെയാണ് നേതൃത്വത്തിന്റെ വ്യത്യാസം വ്യക്തമാകുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് വാർത്തകളെ പിന്തുടരുന്നവനാണോ അതോ വാർത്തയുടെ അജണ്ട തന്നെ നിർണയിക്കുന്നവനാണോ എന്ന ഒരു പ്രധാന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതുമാണ്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യം അതിലും സങ്കീർണമാണ്. BJPക്ക് പുറത്തും ദേശീയതയുണ്ട്. കോൺഗ്രസിനും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും ദേശീയതയുണ്ട്. പ്രാദേശിക പാർട്ടികൾക്കും ദേശീയ താല്പര്യങ്ങളെക്കുറിച്ച് അവരുടേതായ സ്വന്തം നിലപാടുകളുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ദേശീയവാദികൾ, ദേശവിരുദ്ധർ എന്ന രണ്ട് ചേരികളിലായി പോകരുത്. ഇന്ത്യയെ എങ്ങനെ നിർവചിക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ ഏറ്റുമുട്ടലാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ശക്തമായ കേന്ദ്രവും ശക്തമായ ദേശീയ നേതൃത്വവും കൂടുതൽ സ്ഥാപനാധിഷ്ഠിതമായ ജനാധിപത്യം, അധികാര വികേന്ദ്രീകരണം, ശക്തമായ പ്രതിപക്ഷം എന്നിവ രാജ്യം ആവശ്യപ്പെടുന്നുണ്ട്. ഇവ ജനാധിപത്യത്തിൽ നിലനിൽക്കേണ്ട രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമാണ്. അവസാനം ഒരു കാര്യം കൂടി പറയാം. രാജ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതല്ല. ദേശീയതയും ഒരു പാർട്ടിയുടെയും കുത്തകയല്ല. അതുപോലെ തന്നെ അമിതമായ വിമർശനം എന്നത് ഒരു പാർട്ടിക്കും തീറെഴുതി കൊടുത്ത അവകാശമൊന്നുമല്ല. ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കുന്നതും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആവശ്യം വിമർശനത്തെ ദേശവിരുദ്ധതയായി കാണാത്ത, മുദ്രകുത്താത്ത ഒരു രാഷ്ട്രീയമാണ്. അതേസമയം ദേശീയ താല്പര്യങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനായി അവഗണിക്കാത്ത ഒരു പ്രതിപക്ഷവും ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. രാജ്യത്തെ സ്നേഹിക്കുന്നവർ മാത്രം ദേശീയവാദികളൊന്നുമല്ല. രാജ്യത്തെ ചോദ്യം ചെയ്യുന്നവരും ദേശവിരുദ്ധരായി കണക്കാക്കാനുമാകില്ല. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരേ രാജ്യത്തിനുള്ളിൽ സഹവർത്തിത്വത്തോടെ നിലനിൽക്കുന്നതിലാണ്. ഇന്ത്യ രണ്ട് രാഷ്ട്രീയ ധ്രുവങ്ങളായി മാറുകയാണോ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഉത്തരം ധ്രുവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ രാജ്യം ഒന്നായിരിക്കണം എന്നതാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.